ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്നത്തെ ദിവസം ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഒരു ചിന്താവിഷയം സങ്കീർത്തനം 78 നിന്നും എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അതായത് നമ്മുടെ ചില ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് പറയുമ്പോൾ സങ്കീർത്തനം 78 ഒരു വിസ്ഡം സോങ് ആണെന്ന് കാണാവുന്നതാണ്. അതേപോലെ തന്നെ അത് ഇസ്രായേൽ ജനങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കുവാനാണ് ഇത് എഴുതിയിരിക്കുന്നതെന്നും കാണുന്നു. ആസാഫ് എന്ന ഗ്രേറ്റ് സിംഗറും മ്യൂസീഷ്യനുമായിട്ടുള്ള വ്യക്തിയാണ് ഈ സങ്കീർത്തനം എഴുതിയത്. ഒരു ഹിസ്റ്റോറിക്കൽ സോങ് ആണ് ഇത്, അതായത് ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ട്. ഇതിൻ്റെ തീം ദൈവത്തിൻ്റെ ഗുഡ്നസ് ആൻഡ് കൈൻഡ്നെസ് ഓഫ് ഗോഡ്, അതായത് ദൈവത്തിൻ്റെ ഗുഡ്നസ്സും കൈൻഡ്നെസ്സും ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. അവൻ്റെ ദയയും മഹാകാര്യങ്ങളും അവൻ്റെ മത്സരികളും ശാഠ്യക്കാരുമായ ഇസ്രായേൽ മക്കളോട് അവൻ കാണിച്ച വിധങ്ങളെയും ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കരുണയും അവൻ്റെ നന്മ പ്രവൃത്തികളും അവൻ നമുക്കായിട്ട് ചെയ്തിരിക്കുന്ന പ്രവൃത്തികൾ, നമ്മൾ എത്ര സ്റ്റബേണാണെങ്കിലും എത്ര റിബലിയസ് ആണെങ്കിലും ദൈവത്തിൻ്റെ നന്മയും അവൻ്റെ കരുണയും നമ്മളെ പിന്തുടരുമെന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ ആസാഫിനെ കുറിച്ച് ദിനവൃത്താന്തത്തിലും 2 ദിനവൃത്താന്തത്തിലും 1-ലും 2-ലും പ്രതിപാദിക്കുന്നുണ്ട്. അദ്ദേഹം ഒരു വലിയ മ്യൂസീഷ്യനായിരുന്നെന്ന് പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ദാവീദിൻ്റെയും ശലോമോൻ്റെയും കാലത്ത് ജീവിച്ചിരുന്നു. വളരെ പ്രധാനമായിട്ട് എടുത്ത് പറയുവാനായിട്ട് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ഒരു ആസാഫ് വാസ് എ പ്രോഫറ്റ് ഓഫ് ഹിസ് മ്യൂസിക്കൽ കോമ്പോസിഷൻ ഓഫ് ഹിസ് പവർഫുൾ സോങ്സ് എന്നാണ്. അങ്ങനെ 1 ദിനവൃത്താന്തം 25-ൻ്റെ 1-ലും 2 ദിനവൃത്താന്തം 29-ൻ്റെ 30-ലും ഇങ്ങനെ പറയുന്നു. ആസാഫ് ദർശകൻ്റെ വചനങ്ങളാൽ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവാനായിട്ട് കൽപ്പിച്ചതായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പോൾ ആസാഫിന് മ്യൂസിക്കും മാത്രമായിരുന്നില്ല, സിംഗറും മാത്രമായിരുന്നില്ല, പ്രവചനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ 78-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ജനങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. ഇതൊരു വിസ്ഡം സോങ് ആയതുകൊണ്ട് ജനങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു ഉപമയോ അല്ലെങ്കിൽ സദൃശ്യവാക്യമോ കമ്പാരിഷനോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. അത് വരുവാനുള്ള തലമുറയോട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നാം പഠിപ്പിക്കണമെന്നുള്ളതാണ് ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇന്നത്തെ തലമുറയോട് നമ്മൾക്ക് എത്രമാത്രം അത് പറഞ്ഞു ഫലിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനോ സാധിക്കുന്നുണ്ടെന്നുള്ളത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ട്രഡീഷണലായിട്ടുള്ള ആരാധനകളിൽ നോക്കുകയും അതുപോലെ തന്നെ ചർച്ചിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡിനോമിനേഷൻസിലും ഇന്ന് യൂത്തിൻ്റെ സാന്നിധ്യം വളരെ കുറവാണെന്ന് തന്നെ പറയാവുന്നതാണ്. അടുത്ത തലമുറ ദൈവത്തെ വിട്ട് അകന്നു പോകുന്നത്, എല്ലാ സുഖസൗകര്യങ്ങളും ദൈവം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ന് എല്ലാവരുടെ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഒരു കാലത്തായിരിക്കുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ നന്മയോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൈൻഡ്നെസ്സോ അതൊന്നും ചിന്തിക്കുവാനുള്ള സമയമില്ല. അതേപോലെ തന്നെ ദൈവത്തെ കാത്തിരിക്കേണ്ട ആവശ്യമില്ലെന്നും പറയാവുന്നതാണ്. അതായത് എല്ലാ കാര്യങ്ങളും അവർ ഉദ്ദേശിക്കുമ്പോൾ തന്നെ അവർക്ക് സാധിച്ചെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദർശനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി കാത്തിരിക്കാനൊന്നും അവർക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അതിന് താല്പര്യക്കുറവുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ
ഈ ഭാഗത്ത് നമ്മൾ നോക്കുമ്പോൾ ഒന്നാമതായി പറയുന്നത് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതായത് യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളും വരുവാനുള്ള തലമുറയുടെ മറച്ചു വയ്ക്കാതെ വിവരിച്ച് പറയണമെന്ന്. രണ്ടാമതായി 78-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നത്, അവൻ യാക്കോബിലൊരു സാക്ഷ്യം സ്ഥാപിച്ചു, ഇസ്രയേലിൽ ഒരു ന്യായപ്രമാണം നിയമിച്ചു. നമ്മുടെ പിതാക്കന്മാരോട് അവയെ തങ്ങളുടെ മക്കളോടുകൂടെ അറിയിപ്പാനായിട്ട് കൽപ്പിച്ചു എന്നാണ്. അപ്പോൾ ആസാഫിന് അറിയാമായിരുന്നു അവരുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന്. അവർക്ക് മക്കളിൽ നിന്നും ദൈവത്തിൻ്റെ പ്രവൃത്തികളെ മറച്ചു വയ്ക്കാതെ അറിയിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. മറച്ചു വയ്ക്കാതെ അവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ച ഓരോ കാര്യങ്ങളും വിവരിച്ച് പറയണമെന്നാണല്ലോ വചനം പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ ജനം മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ട നാൾ മുതൽ ഒരു കനാനി വന്ന കാലം വരെ, അല്ലെങ്കിൽ ദൈവത്തിന് അന്ന് അവർ ആസാഫ് ജീവിച്ചിരുന്ന കാലം വരെയും ദൈവം അവർക്ക് വേണ്ടി ചെയ്ത നന്മകളെക്കുറിച്ച് ഓരോ തലമുറയായിട്ട് കൈമാറിയ കാര്യങ്ങൾ പറഞ്ഞ് വന്നിരുന്നു നമുക്ക് മനസ്സിലാക്കാം. അത് അടുത്ത ജനറേഷനോട് മക്കളോട് പറയുവാൻ പറയണം. ജനറേഷൻ ടു ജനറേഷൻ, തലമുറയായി അവൻ്റെ വൻപ്രവൃത്തികളെക്കുറിച്ച് അറിയിക്കണമെന്നാണ് പറയുന്നത്. ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ നമ്മൾ നോക്കുമ്പോൾ മോശെ ഏൽപ്പിച്ച അതേ ദൗത്യമാണ് ഇവിടെ ആസാഫും പറയുന്നത്. അതിന് അതുപോലെ തന്നെ നമ്മൾ അതിനോട് കാത് കൊടുത്ത് അല്ലെങ്കിൽ കാതോർത്താലും മാത്രമേ ആ മെസ്സേജിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ അതിശയകരമായിട്ടുള്ള പ്രവൃത്തികൾ, അവൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുള്ളൂ. യഹോവയുടെ സ്തുതിയും ബലവും അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളുമാണ് നാം തലമുറയെ പഠിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞുവല്ലോ. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ബൈബിളിക്കൽ ടൈംസിൽ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ദൈവത്തിൻ്റെ ബലവും അവൻ്റെ മഹിമയും വീണ്ടും വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നതാണ്. തുറന്ന് സംസാരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അവിടുത്തെ മഹത്വം, ദൈവത്തിൻ്റെ ഗ്രേറ്റ്നെസ്സിനെ കുറിച്ച് തുടർച്ചയായി സംസാരിക്കുമ്പോൾ എന്താണ് ദൈവം ചെയ്തതെന്ന്, ചരിത്രത്തിൽ കൂടി എത്ര അത്ഭുതകരമായി അവൻ തൻ്റെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നു, ഇങ്ങനെ ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ച് ലോകത്തിന് തന്നെ വെളിപ്പെടുവാനായിട്ടും സാധിക്കും. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം പ്രവർത്തിച്ചത് മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ കൂടി ലോകം തന്നെ അവൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുമെന്നുള്ളതാണ്. അമേരിക്കൻ ദൈവശാസ്ത്ര വിദഗ്ധനായ ചാൾസ് സ്പർജൻ പറഞ്ഞിരിക്കുന്ന, ദൈവത്തിൻ്റെ പ്രവൃത്തി മറക്കുന്നവർ തീർച്ചയായും പരാജയപ്പെടുമെന്നാണ്. ഈ സങ്കീർത്തനം എംഫസിസ് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ബലത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികളെക്കുറിച്ചുമാണെന്ന് നമ്മൾ പറഞ്ഞുവല്ലോ. എന്നാൽ ജനങ്ങളുടെ പരാജയത്തെക്കുറിച്ചാണ് ഇവിടെ ആസാഫ് എടുത്തു പറയുന്നത്. നമ്മളുടെ പരാജയങ്ങളെ ഓർക്കുവാൻ പോലും ഇഷ്ടപ്പെടാറില്ലെന്നുള്ളതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വിജയിക്കണമെന്ന് മാത്രം ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുമ്പോൾ നമുക്ക് നിരാശയുണ്ടാകും. നമ്മൾ ദൈവത്തെ പഴിക്കുന്നു, അല്ലേ ചുറ്റുപാടുള്ളവരെ പഴിക്കുന്നു. എന്നാൽ നാം എത്രമാത്രം വിശ്വസ്തരായിരുന്നു എന്നുള്ളത് നാം മറന്നു പോകുന്നു എന്നുള്ളതാണ്. മൂന്നാമതായി അവൻ ചെയ്ത അത്ഭുത പ്രവൃത്തികളെക്കുറിച്ച് വിവരിച്ച് പറയുമ്പോൾ അവൻ്റെ കമാൻഡ്മെൻറ്റ്സിനെ നാം അനുസരിച്ച് പാലിക്കണം. അവരുടെ പിതാക്കന്മാരെ പോലെ ദൈവത്തിൻ്റെ കൽപ്പന അല്ലെങ്കിൽ ഉടമ്പടി അവർ പാലിച്ചിരുന്നില്ല. ദൈവത്തിലുള്ള പ്രത്യാശ നഷ്ടപ്പെടുകയും അവൻ്റെ പ്രവൃത്തികളെ മറക്കുകയും ചെയ്ത് അവർ അനുസരണക്കേടുള്ളവരായി ജീവിച്ചു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. യങ്ങർ ജനറേഷൻ നല്ലവണ്ണം ഇത് അനുസരണത്തോടുകൂടി അവരുടെ പിതാക്കന്മാരെ അനുസരിച്ച് അവരുടെ പിതാക്കന്മാരുടെ തെറ്റുകളെ ആവർത്തിക്കാതെ പുതിയ ജനറേഷന് ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് അവർ കൂടുതലായി ദൈവത്തോട് അടുത്ത് ജീവിക്കുവാൻ സാധിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുപോലെ ഇവിടെ ആസാഫ് പറയുന്നത് തന്നെയാണ്. ഇസ്രയേലിൻ്റെ പഴയ തലമുറ ദൈവത്തോട് വിശ്വസ്തത
ഉള്ളവരായിരുന്നില്ല, മറിച്ച് ശാഠ്യവും മത്സരമുള്ള തലമുറയായിരുന്നു. അവരങ്ങനെ പെരുമാറാൻ കാരണം അവരുടെ ഹൃദയം ആയിരുന്നു. അവർ തെറ്റായി പ്രവർത്തിച്ചു. ഹൃദയം ദൈവത്തിൽ നിന്നകന്ന് അവൻ്റെ പ്രവൃത്തികളെ ഓർക്കാതെ കൽപ്പനകളെ പാലിക്കാതെ ജീവിച്ച തലമുറയായിരുന്നുകൊണ്ട് അവരുടെയൊക്കെ ഹൃദയ കാഠിന്യം നമുക്ക് കാണാവുന്നതാണ്. നാം ദൈവവചനവും ദൈവത്തിൻ്റെ പ്രവൃത്തികളും നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. അവരുടെ മക്കളുടെ മക്കളെയും പഠിപ്പിക്കാൻ സാധിച്ചതിൽ അത് ഏറ്റവും നല്ലതാണ്. എന്നാൽ അടുത്ത തലമുറയോട് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. അങ്ങനെ അവൻ്റെ പ്രവൃത്തികളെ കണ്ടിന്യൂസായി തലമുറ കൈമാറുമ്പോഴാണ് ദൈവം സന്തോഷിക്കുന്നതും നമുക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതും. ഇന്നത്തെ ഒരു ചുറ്റുപാടിൽ അടുത്ത തലമുറയോട് പോലും പറയുവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ തലമുറയായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കാതെ പോകുന്നു. എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണല്ലോ. നമുക്ക് അവനിൽ നമ്മളുടെ തലമുറകളെ സമർപ്പിക്കാം, അവർക്കായി പ്രാർത്ഥിക്കാം. അവർ ദൈവത്തോട് അടുത്ത് വരുവാൻ വേണ്ടി നമ്മളെ സ്വയം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അവർക്കായി നമുക്ക് യാചിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം. ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പ്ലീസ്.